മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലം ക്ലീൻ സിറ്റി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ കലിംഗ ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഗണേഷ് മന്ദിറുണ്ട്, ഖജുരാന ഗണേഷ് മന്ദിർ. അവിടെ പോയപ്പോഴേക്കും ഭാഗവതമൊക്കെ നടക്കുകയാണ്, ഭാഗവത സപ്താഹമൊക്കെ നടക്കുകയാണ് ഇവിടെ. ഇതാണ് ആ ടെമ്പിള്. നന്നായിട്ട് ആടിയും പാടിയും ഒക്കെ അവർ ഉല്ലസിക്കുന്നു. അത് കഴിഞ്ഞ് ഓംകാരേശ്വരത്ത് പോയി ഓംകാരേശ്വരം മഹാദേവ ക്ഷേത്രം രാത്രിയിൽ ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ നിന്നൊരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടിയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണിവ. ശങ്കരാചാര്യരുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള വലിയ പ്രതിമയൊക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ പൂർണ്ണമായ രൂപമൊക്കെ നന്നായി വരുന്നേ ഉള്ളൂ. സൗകര്യങ്ങളൊക്കെ മധ്യപ്രദേശിൽ ഓംകാരേശ്വരം ഭഗവാനെയൊക്കെ തൊഴുത് മഹാദേവനെയൊക്കെ തൊഴുത് യാത്ര തിരിച്ചു. അവിടെ റോഡ് ഹൈവേ ഒക്കെ ആണെങ്കിലും നോക്കൂ മുഴുവനും തരിശ് സ്ഥലങ്ങളാണ്. കൃഷി വളരെ കുറവാണ്, ബിൽഡിങ്ങുകൾ കുറവാണ്, ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ വെച്ചാൽ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഓംകാരേശ്വരത്ത് നിന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ള വഴികൾ വളരെ വിജനമായ സ്ഥലങ്ങളാണ്. ഒന്നും തന്നെ ബിൽഡിങ്ങുകളില്ല, എന്തെങ്കിലുമൊക്കെ മരങ്ങളോ ഒന്നും കാണാനില്ല. പാറപ്രദേശം പോലെയുണ്ട്. കുറേ ദൂരേക്കൊക്കെ നോക്കുമ്പോഴേക്ക് കുറച്ച് മരങ്ങൾ കാണാം. അത്യാവശ്യം വയലുകൾ, ഒരു സൈഡിൽ മാത്രം കുറച്ച് വയലുകൾ. പിന്നീട് പശുക്കളെ ഒക്കെ അവർക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള കുറച്ച് തടാകങ്ങളൊക്കെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. കുറേ അങ്ങോട്ട് ദൂരെ പോകുമ്പോഴേക്കും ഇടവഴികളിലൂടെയൊക്കെയുള്ള പഴയ ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന അതേ അവസ്ഥയാണ് ഇപ്പോഴും അവിടെ. റോഡ് ഒക്കെ വളരെ മോശമായിട്ടുള്ള റോഡുകളും വളരെ മോശമായിട്ടുള്ള റോഡുകളൊക്കെയാണ് അവിടെ ഇപ്പോഴും. യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാലോ എന്തെങ്കിലും ഷോപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റിയ സ്ഥലങ്ങളേ അല്ല അവിടെ. സൺഡേ മാർക്കറ്റ് പോലെയുള്ള മാർക്കറ്റുകൾ ഒരു സ്ഥലത്ത് അവിടെ കണ്ടിരുന്നു. പിന്നെ കുറേ അങ്ങോട്ട് ഒരു ഇടവഴിയിലേക്കൂടെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ കുറച്ച് നെൽകൃഷികൾ നടത്തിയ ഗോതമ്പോ നെല്ലോ ഒക്കെ കൃഷി നടത്തിയതിൻ്റെ ഗോഡൗണുകൾ അവിടെ അതൊക്കെ കൊണ്ടുവച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. ഭക്ഷണം കഴിക്കാനായിട്ടൊരു ചെറിയ ഹോട്ടൽ, വളരെ നാടൻ ഊണ് കിട്ടുന്ന കുഞ്ഞു ഹോട്ടൽ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള ചെറിയൊരു ഹോട്ടൽ. അവിടെ അതിനടുത്തായിട്ട് കോട്ടൺ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും പറിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചൊന്നും പറ്റിയില്ല. പിന്നെ അതിൻ്റെ ആളവിടെ ഇല്ല, അത് വേറെ ആൾക്കാരുടേതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീഡിയോയിൽ അതൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭക്ഷണം കഴിക്കാമെന്നൊക്കെ ഇരുന്നപ്പോൾ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് പണികൾ നടക്കുന്നുണ്ട്. അപൂർവമായിട്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഭക്ഷണശാലയോ ഒക്കെ കാണാൻ പറ്റുള്ളൂ അവിടെ. സ്ഥലം കാണാൻ നല്ല ഭംഗിയാണെന്ന് മാത്രം. സ്ഥലങ്ങളിങ്ങനെ കാണാം. വിജനമായ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു തണുപ്പ് കിട്ടാനോ ഒന്നും മാർഗ്ഗമില്ല. സൂര്യപ്രകാശമൊക്കെ നേരിട്ടടിക്കുക. വണ്ടിയിലൊക്കെ പോകുമ്പോഴേക്കും ഒരു ഗ്ലാസ്സിലൂടെ ഭയങ്കര ചൂടായിരുന്നു. ഇതൊക്കെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഇവിടെയൊക്കെ നാടൊക്കെ പുരോഗമിച്ചു വന്നു.
ഇത് ഹൈദരാബാദിലുള്ള ഹുസൈൻ സാഗർ. ബുദ്ധ സ്തൂപയൊക്കെ ഉണ്ട് നടുക്ക്. അവിടെ ബോട്ട്, സ്പീഡ് ബോട്ട്, അതൊക്കെ റൈഡ് ചെയ്യാം. അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം.